മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് യു പി സ്കൂൾ ടീച്ചർ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണിത്. 1/x + 1/2x + 1/4x = 1 ആയാൽ എക്സ് എത്ര? നമുക്കറിയാം അതിൻ്റെ 1/x അതിൻ്റെ ഡിനോമിനേറ്റർ ഏറ്റവും വലുതായിട്ടുള്ളത് 4x ആണ്. ആ 4 എന്ന് പറയുന്നത് എക്സിൻ്റെയും 2xൻ്റെയും മൾട്ടിപ്പിളും ആണ്. അത് വേറെ വേറെ നമ്പർ ആണെങ്കിൽ ഇപ്പോൾ 2xൻ്റെ സ്ഥാനത്ത് 3 ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? അത് 12 എന്ന് എടുക്കേണ്ട വരുമായിരുന്നു താഴത്തെ ഡിനോമിനേറ്ററിൽ. പക്ഷേ ഇപ്പോൾ ഇത് 2x x 4x ഇത് 2ൻ്റെ ടേബിളിലും 4 ഉണ്ട്, 1ൻ്റെ ടേബിളിലും 4 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് LCM ആയിട്ട് 4x എടുക്കാം. 4x എടുത്തു. 4x എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് എക്സ് വരുന്ന ഡിനോമിനേറ്ററിൽ ഇവിടെ 4 എക്സ് അല്ല 4 വേണം. അപ്പോൾ ആ 4 നമ്മൾ എന്ത് ചെയ്താൽ മതി? മുകളിൽ ചേർത്താൽ മതി. കാരണം നമ്മളിത് ഫുൾ ഡിനോമിനേറ്റർ 4x ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് മാത്രമാണ്. അപ്പോൾ ഇവിടെ 4x ആക്കേണ്ടേക്ക് 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ആ മുകളിൽ 1ൻ്റെ കൂടെ 4 ഇൻറ്റു ചെയ്യുക. പ്ലസ് ഈ പ്ലസ് ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഈ 2x എന്ന് പറയുന്നത് നമുക്കവിടെ 4x ആണ് വേണ്ടുന്നത്. 2xൻ്റെ 2 ഇൻറ്റു ചെയ്താലാണ് 4x വരിക. അപ്പം നമ്മുടെ ഈ 1ൻ്റെ കൂടെ ഇൻറ്റു 2 വരിക. 1 × 2. പിന്നെ ഇവിടെ ഓൾറെഡി 4x ഉണ്ട്. അപ്പോൾ പിന്നെ +1 ഇട്ട് കൊടുത്താൽ മതി. അത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. /4x = 1. ഇനി നോക്കുക, 1 × 4 4 ആണ്, 1 × 2 2 ആണ്, +1 = ഈ 4x =ൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവിടെ താഴെയുള്ളത് അവിടെ എത്തുമ്പോൾ 1 × 4x എന്നാണ് വരിക. ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ =ൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഉള്ളത് താഴെ വരുന്നത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മുകളിൽ വരും, മുകളിലുള്ളത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ താഴെ വരും. അങ്ങനെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ 4xനെ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ 4x × 1 എന്ത് വരും? 4x എന്ന് വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക 4 + 2 6 6 + 1 7. 4x എന്ന് പറയുമ്പോൾ 7 കിട്ടും. അപ്പോൾ x എന്ന് പറയുമ്പോൾ എന്താണ്? 7/4 ആണ്. ഈ 7/4 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50 3/4 - 20 ½ + 10 1/4 + 3/2. അപ്പോൾ ഇത് നമുക്ക് 3/4 1/2 1/4 എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. നോക്കിയാൽ മതി. 50 നിന്ന് 20 മൈനസ് ചെയ്താൽ 30 ആണ്. ഇവിടെ 3/4 ഉണ്ട്. 3/4 അര മൈനസ് ചെയ്താൽ 1/4 ആണ്. അപ്പോൾ നമുക്കിവിടെ 30/4 ബാക്കിയാവും. 30/4ൻ്റെ കൂടെ കാലും കൂടെ ചേർന്നാൽ 30.5 ആവും. 30.5ൻ്റെ കൂടെ 10 കൂടെ ചേർന്നാൽ അത് 40.5 ആവും. ഇവിടെ പിന്നെ 1.5 ഉണ്ട്. ഈ 3/2 എന്ന് പറയുമ്പോൾ 1½ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെയുള്ള 40.5യും അരയും കൂടെ ചേർന്നാൽ അത് 41 ആവും. പിന്നെ ഇവിടെ 1.5 ഉള്ളത്. അര ചേരുമ്പോൾ തന്നെ 41 ആവും. പിന്നീട് 1 ബാക്കിയുണ്ടല്ലോ. ഇവിടെ 3/2 എന്ന് പറയുന്നത് 1.5-ൽ അര ആഡ് ചെയ്തപ്പോൾ തന്നെ 41 ആയി. പിന്നെ അവിടെയുള്ള 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 42 ആവും. നെക്സ്റ്റ് 1/1 + 1/1 + ½. അപ്പോൾ ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്. 1 + ½ 1 + ½ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1.5 എന്ന് പറയുമ്പോൾ അതിനെ ഇൻപ്രോപ്പർ ആക്കുമ്പോൾ 1.5 നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. 3/2ൻ്റെ ഫ്രാക്ഷൻ ഫോമാണ് 1½ എന്നുള്ളത്. അപ്പോൾ 3 അപ്പോൾ നമുക്കിവിടെ 1 + ½ എന്ന് പറയുമ്പോൾ 1.5 കിട്ടും. 1.5 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? 3/2 ചെയ്തു. അപ്പോൾ 1/3/2 ഉള്ളത് ഈ 1 അവിടെയുണ്ട്. ഈ 3/2ൻ്റെ റെസിപ്രോക്കലായിട്ട് വരുമ്പോൾ ഈ 1 നമ്മൾ മാറ്റുമ്പോൾ എന്താവും? ഈ 2 മുകളിൽ വരും. 2/3 എന്ന് വരും. അപ്പോൾ 1 + 2/3 എന്ന് വന്നു. ഓർമ്മിക്കണം, ഇവിടെ 1/3/2 എന്നുള്ളതിൻ്റെ റെസിപ്രോക്കൽ, അതായത് നമുക്ക് ഫ്രാക്ഷൻ്റെ ഡിവിഷൻ ഇല്ല. ഫ്രാക്ഷൻ്റെ ഡിവിഷന് പകരം നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള 3/2 എന്ന് പറയുമ്പോൾ 1/3/2 എന്നുള്ളത് എന്തായിട്ട് മാറും? 1 × 2/3 എന്ന് വരും. അതുകൊണ്ടാണ് ഇവിടെ 2/3 വന്നത്. ഈ 2/3ൻ്റെത് ഇനി നമ്മൾ സാധാരണ രീതിയിലുള്ള ഇതിൽ തന്നെ ചെയ്യാം. ഇവിടെ 1 + 2/3 ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3 എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത പോലെ 3 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ എടുക്കും. എന്നിട്ട് ഇവിടെ 1 ആണ്. ഡിനോമിനേറ്റർ ഇല്ലാത്തതിനെ 1 എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഈ 3 ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യുന്ന രീതിയിലാണ് വരിക. 3 + 2/3. ഈ ഫ്രാക്ഷൻ്റെ പിന്നെ അഡീഷനൊക്കെ അറിയില്ലെങ്കിൽ ഞാൻ മുന്നേറ്റ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1 + 3 + 2/3 എന്ന് കിട്ടും. 3 + 2 എന്ന് പറയുമ്പോൾ 5/3. ഇവിടെ എന്ത് ചെയ്യും? 1/5/3 ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 3/5 വരും. ഈ മുകളിലെത്തതാണ്, ഈ താഴെയുള്ള ഈ 3 ആണ് മുകളിലേക്ക് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനകത്ത് ഒരു ബോട്ടിൽ 3/4 ടാങ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ടാങ്കിൽ 3/5 പാർട്ട് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് 750 ലിറ്ററാണ് ഉണ്ടായിരുന്നത്. ഒരു ടാങ്കിൻ്റെ
5ൽ 3 ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മീനിങ് അറിയാം അല്ലേ. ടാങ്കിന് 5 ഭാഗമാക്കിയതിൻ്റെ 3 ഭാഗം വെള്ളം ഒഴിച്ചപ്പോൾ അത് 750 ml ആണ് ഉണ്ടായത്. അതായത് നമ്മുടെ മൊത്തം ടാങ്കിൻ്റെ 3/5 ഭാഗം കണ്ടപ്പോൾ തന്നെ അത് 750 ലിറ്ററായി. എക്സ് ഇൻറ്റു എന്ന് എടുത്തിട്ട് ടാങ്കിൽ ഫുൾ കൊള്ളുന്ന വെള്ളമാണ് ഞാൻ എക്സ് എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ് ഇൻറ്റു 3/5 അതായത് ഫുൾ ടാങ്കിൻ്റെ 3/5 എന്താണ് 750 ലിറ്ററാണ്. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എന്താകും, എക്സ് കാണുമ്പോൾ ഈ 750 ഇവിടെയുണ്ട്, ഈ 3/5 ഈക്വൽ ടു അങ്ങോട്ടേക്ക് പോകുമ്പം 5/3 ആയിട്ട് മാറും. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുകളിൽ താഴെയും വരും, താഴെയുള്ളത് മുകളിലും വരും. അപ്പോൾ ഈ 3/5 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 5/3 ആവും. പിന്നെ നമ്മൾ ഇതും ഇൻറ്റു ചെയ്തിട്ട് 750 × 5 ഇൻറ്റു ചെയ്തിട്ട് 3 കൊണ്ട് ചെയ്യുക. അല്ലെങ്കിൽ 750നെ 3 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ 250 × 5 1250 എന്ന് വരും. അപ്പം നമുക്ക് ചോദിക്കുന്നത് ഇനി എത്ര കൂടി, അതായത് ഇപ്പോൾ 750 ഉണ്ട്, ഇനി എത്ര കൂടി ആയാലാണ് അത് ഫില്ലാവുക എന്നാണ് ടാങ്ക്. അപ്പോൾ ഓൾറെഡി 1250 ആണെങ്കിൽ ഇപ്പോൾ 750 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഇനി 500 ലിറ്ററും കൂടി ഉണ്ടെങ്കിൽ എന്താവും, അത് ഫില്ലായിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 66 2/3%. അതിൻ്റെ എത്ര ശതമാനമാണതെന്നാണ്. അപ്പോൾ 66 2/3/100 എന്നിടും. നമ്മൾ പെർസെൻറ്റേജ് കാണുമ്പോൾ അതിനെ ബൈ 100 എന്നിട്ടിട്ടാണ് ചെയ്യാം. പിന്നെ ഈ 66 2/3ന് ഇത് ഇംപ്രോപ്പറാണ് അല്ലേ. ഇതെന്താണ്, നമുക്ക് ഇത് മിശ്ര ഭിന്നാണ്, മിക്സ്ഡ് ഫ്രാക്ഷനാണ്. ഒരു ഫുൾ നമ്പറും ഒരു ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യയും കൂടെ വരുമ്പോൾ അതിനെ എന്ത് പറയും, നമ്മൾ മിക്സ്ഡ് എന്ന് പറയുക, മിശ്ര ഭിന്നെന്ന് പറയും. അതിനെ മാറ്റുമ്പോൾ നമ്മൾ ആദ്യം 66നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യും, എന്നിട്ട് 2 കൂട്ടും. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് 200 വരും. പിന്നെ ഈ 2/3ൻ്റെ 3, ആ 3 ആണ് അവിടെ ഇടുക. പിന്നെ അവിടെ ബൈ 100 ഉണ്ട്. 100ന് എന്തില്ല, ഡിനോമിനേറ്ററിലില്ല. നമുക്ക് എന്ത് ചെയ്യാം, ചുമ്മാ ഒരു 1 ഇട്ട് കൊടുക്കാം. ഡിനോമിനേറ്റർ ഇല്ലാത്തതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ ഈ 100 എന്നുള്ളത് നമുക്ക് മോഡിലേക്ക് പോകണം. ഡിവിഷൻ എന്ന് പറയും, ഫ്രാക്ഷനും ഡിവിഷൻ ഇല്ല. അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണമെങ്കിൽ ഇതിന് ബൈ 1 ഇട്ട് കൊടുക്കണം. 200/3 ഇൻറ്റു എന്ത് വരും, ഈ 100/1 എന്നുള്ളതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/100. അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, 1 ഇവിടെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 100ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/100 ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്രാക്ഷന് ഡിവിഷൻ ഇല്ല. അപ്പോൾ ഡിവിഷൻ ഇല്ലാണ്ടെടുക്കുമ്പോൾ നമ്മൾ റെസിപ്രോക്കൽ വിൽക്രമം കൊണ്ട് ഗുണിക്കുക ചെയ്യാം. അപ്പോൾ അങ്ങനെ അത് 200/3 ഇൻറ്റു 1/100 കിട്ടും. ഈ 2 0 അങ്ങ് വെട്ടിക്കളിയാൽ അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 2/3 എന്ന് കിട്ടും. അടുത്തത് 0.2 ക്യൂബ് മൈനസ് 0.1 ക്യൂബ് ബൈ 0.2 സ്ക്വയർ പ്ലസ് 0.2 ഇൻറ്റു 0.1 പ്ലസ് 0.1 സ്ക്വയർ. ഇവിടെ 0.2 ക്യൂബ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യലാണ്. 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 22448. ഡെസിമൽ മൊത്തം ഇവിടെ ഒന്നുണ്ട്, പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 3 നമ്പർ വേണം. അപ്പം 3 നമ്പർ വേണ്ടിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 00 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ പോയിൻ്റ് 3 നമ്പർ കറക്റ്റ് ആക്കി. അപ്പോൾ 0.008 എന്ന് വരും. അടുത്തതും അങ്ങനെ തന്നെയാണ്. 0.1 ക്യൂബ് 0.1 ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ 0.1 ഇൻറ്റു 0.1 ഇൻറ്റു 0.1 എന്നിടും. അപ്പോൾ 1ന് എത്ര പ്രാവശ്യം ഇൻറ്റു ചെയ്താലും 1 തന്നെ വരിക. പക്ഷെ നമുക്ക് ക്യൂബ് എന്ന് പറയുമ്പോൾ 3 ഡെസിമൽ ആവശ്യം. അപ്പോൾ 0.001 എന്ന് വരും. 0.008 0.001 സബ്ട്രാക്ട് ചെയ്യുക. താഴെ ഇവിടെ 0.2 സ്ക്വയർ ആണ്, 2 എണ്ണം മാത്രമാണെങ്കിൽ 0.2 ഇൻറ്റു 0.2 ആണെങ്കിൽ 224 ആണ്. അത് 2 ഡെസിമൽ ഇട്ട് കൊടുത്താൽ, 2 പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ 0.2 ഇൻറ്റു 0.1 2 നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 2 തന്നെ വരും. പക്ഷേ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒന്നുണ്ട്, ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒന്നുണ്ട്. അതുകൊണ്ട് 0.02 എന്നാണ് വരിക. ഇനി 0.1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഡെസിമൽ തന്നെ വേണം. ഈ പോയിൻറ്റിൻ്റെ ഡെസിമൽ ഫോം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഞാൻ 7th സ്റ്റാൻഡേർഡിലെ പ്ലേ ലിസ്റ്റിലുണ്ട്. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് അങ്ങനെ പറ്റി പറയുന്ന ഒരു ചാപ്റ്റർ, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അതിനകത്ത് ഇത് ഡെസിമൽസിൻ്റെ സ്ക്വയേഴ്സൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് വാച്ച് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ 0.4 ക്യൂബ് എന്നാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. 0.4 ക്യൂബ് എന്നാണെങ്കിൽ 0.4 ഇൻറ്റു 4 ഇൻറ്റു 4 എന്നാണ് വരിക. 0.4 ഇൻറ്റു 0.4 ഇൻറ്റു 0.4 എന്ന് വരും. അപ്പം 4 4 16 16 ഇൻറ്റു 4 64 വരും. ക്യൂബായത് കൊണ്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 പോയിൻ്റ് 3 നമ്പർ വേണം. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. ഒരു 0 ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി.
അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ 0. ഇതിൻ്റെ മുകളിലത്തെ സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 0.007 കിട്ടി. താഴത്തത് ആഡ് ചെയ്യാം. അത് 0.4 0.2 0.1 ആഡ് ചെയ്തപ്പോൾ 0.7 കിട്ടും. അപ്പോൾ ഡെസിമൽ കളയാൻ വേണ്ടിയിട്ട് ഇവിടെ 1000 കൊണ്ട് ഇൻറ്റ് ചെയ്യണം. അതായത് പോയിൻ്റായിട്ട് 3 സ്ഥാനം ഉണ്ടാകുമ്പോൾ പോയിൻ്റ് കളയാൻ 1000 കൊണ്ട് ഇൻറ്റ് ചെയ്യണം. താഴെ പക്ഷേ 100 വേണ്ടുള്ളൂ. പക്ഷേ അങ്ങനെ മുകളിൽ 1000 താഴെ 100 ഒന്നും എഴുതാൻ പറ്റില്ല. മുകളിലും താഴെ ഒരേ നമ്പർ എഴുതാൻ പറ്റും. അങ്ങനെ 1000 എന്ന് എഴുതി. മുകളിൽ വരുമ്പം 7 മാത്രം വരും. താഴെ വരുമ്പം 2, അതായത് 100 2 0 ഉണ്ടെങ്കിൽ തന്നെ, അതായത് 100 കൊണ്ട് ഇൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് 7 ആകും. പിന്നെ അത് 70 ആയിട്ട് മാറും. അങ്ങനെ 7/70 എന്ന് പറയുമ്പോൾ 1/10 ആണ് അതിൻ്റെ ഫ്രാക്ഷൻ ഫോം. അടുത്തത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് അവിടെ. √(x) അതിൻ്റെ ഉള്ളിൽ വീണ്ടും √x, അതിൻ്റെ വീണ്ടും √x, അങ്ങനെ എക്സെട്ര n ടൈംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ കാണാനുള്ള ഇക്വേഷൻ x⁻²2n−1/2n. x⁻, അതിന് റേസ്റ്റുവിൻ്റെ മുകളിലാണ് വരിക. 2n−1/2n. അപ്പോൾ അതിൻ്റെ ഞാനൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. 3 വരുമ്പോഴെങ്ങനെയാണ് വരിക? 3 എന്ന് വരുന്ന സമയത്ത് ആദ്യം 3 വന്നു, ഇവിടെ x വന്നു, 3 വന്നു. ഇത് എത്ര പ്രാവശ്യമാണ്? 1 2 3 4 5 പ്രാവശ്യം. അപ്പോൾ 5 പ്രാവശ്യം എഴുതിയത് കൊണ്ട് നമ്മളിവിടെ n ടേംസ് എന്ന് പറയുമ്പോൾ n അവിടെ 2n എഴുതും. ഇവിടെ ഇപ്പോൾ 2/5 ആയതുകൊണ്ട് 2/5 -1/2/5 എന്ന് വരും. 2/5 എന്ന് പറഞ്ഞാൽ 2ന് 5 പ്രാവശ്യം ഉണ്ട്. 2 × 2 × 2 × ആണ് 32 ആണ്. 32 1 കുറച്ചാൽ 33. അങ്ങനെ 3/32 1 കുറച്ച് 31/32 എന്ന് വരും. 32 1 കുറച്ചിട്ട് 2n എന്ന് പറയുമ്പോൾ അത് നമ്മുടെ 2/5 ആണ്. അപ്പോൾ 32 1 കുറച്ചത് 31/32 ആൻസർ. അടുത്ത ഇക്വേഷൻ √x എക്സെട്ര ഇൻഫിനിറ്റി ആണെങ്കിൽ അതിൻ്റെ ആൻസർ x തന്നെയായിരിക്കും. ഇനി √12+ എക്സെട്ര ഇൻഫിനിറ്റി ആണെങ്കിൽ അത് 4 ആയിരിക്കും ആൻസർ. ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നോക്കുക. അതിൻ്റെ 4 × 3 എന്നുള്ള ഫാക്ടേഴ്സ് രൂപത്തിലാണ് വരുന്നത്. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇനി √42 - √42 - √42 ആണെങ്കിൽ അതിൻ്റെ ആൻസർ 6 ആയിരിക്കും. അതിൻ്റെ ഫാക്ടേഴ്സ് ഫോം 6 × 7 വരുന്നത് കൊണ്ടാണ് അതിൻ്റെ ആൻസർ അങ്ങനെ വന്നത്. ഇനി അടുത്തത് √20 + √20 + √22 + √8 + √1. നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വെറൈറ്റി എല്ലാ നമ്പേഴ്സും വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് നിന്നാണ് തുടങ്ങും. ഇവിടെ √1 എന്ന് പറഞ്ഞാൽ 1 വരും. 1ഉം 8ഉം ആഡ് ചെയ്താൽ 9 വരും. 9ൻ്റെ √3 വരും. അതാണ് ഇവിടെ ഞാൻ മാറ്റിയത് 3. അതായത് ഈ 12 + √8 + 1 എന്നുള്ളത് ഈ √1നെയാണ് ഫസ്റ്റ്. √1ൻ്റെ √1 തന്നെ. ആ 1ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ 9 വരും. 9ൻ്റെ √3 വന്നു. ഇനി ഈ 22 + 3 എന്ന് പറയുമ്പോൾ 25 ആണ്. 25ൻ്റെ √5 വന്നു. അതാണ് ഏത് നമ്മൾ ഇവിടെയുള്ള √25 എഴുതി. √25 എന്ന് പറയുമ്പോൾ വീണ്ടും 5 ആണ്. ആ 5ഉം 20ഉം 25 വരും. അങ്ങനെ ആൻസർ 5. അടുത്തത് ആ സെറ്റിൽ ഏതാണ് ഏറ്റവും ചെറുത് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം. ഒരു കേക്ക് ഞാൻ കട്ട് ചെയ്യുന്നു. 1/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പീസാണ്. 1/10 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ പീസായിരിക്കും. അതായത് ഒരു കേക്കിനെ 10 ഭാഗമാക്കിയതിൻ്റെ ഒരു പീസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലുതായിരിക്കും. പക്ഷേ ഒരു കേക്കിനെ 100 പീസാക്കിയതിൻ്റെ ഒരു പീസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പീസായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. √3 ആണോ വലുത്, 1/√3 ആണോ വലുത്, √3/3 ആണോ വലുത്? ഇത് ഞാൻ മാറ്റി എഴുതിയിട്ടുള്ളതാണ്. ഇത് തന്നെയാണ്. ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ നമുക്കുള്ളത് √3 1/√3 √3/3 1/3√3 3√3. ഇതിലേതാണ് ചെറുത് എന്നാണ്. അപ്പോൾ ആദ്യത്തത് √3 തന്നെ 1.73. 1/√3 എന്ന് പറയുമ്പോൾ 1/1.73 വരും. അതിനെ ഡിവൈഡ് ചെയ്യാം. ഇനി ഈ √3/3 എന്നുള്ളതിനെ മാറ്റിയിട്ട് √3 തന്നെ ഈ 3നെ മാറ്റിയിട്ട് √3 × √3 എന്ന് മാറ്റി എഴുതും. പിന്നെ ഈ √3 കട്ടാവും. ബാക്കി 1/√3 എന്നാണ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കിട്ടിയത് തന്നെയാണ് ഇവിടെയും കിട്ടുക. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. പിന്നെ അടുത്ത ഓപ്ഷൻ 1/3√3 ആണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഇതാണ് കറക്റ്റ് ആൻസർ വരിക. കാരണം വലിയ നമ്പർ വന്നു. അതായത് 1/3 × √3 ഡിനോമിനേറ്ററിൽ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ചെറുതായിരിക്കും. നമ്മളൊരു കേക്ക് 100 പീസാക്കിയതിൻ്റെ ഒരു പീസാണോ വലുത്, 10 പീസാക്കിയതിൻ്റെ ഒരു പീസാണോ വലുത് എന്ന് നോക്കുമ്പോൾ നമ്മൾ പറയും 10 പീസാക്കിയതിൻ്റെ ഒരു പീസാണെന്ന്. അതേപോലെ ഡിനോമിനേറ്ററിൽ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ചെറുതായിരിക്കും. 918 ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും?
പൂർണ്ണവർഗ്ഗമാകാൻ വേണ്ടി നമ്മൾ ആദ്യം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഫാക്ടറൈസേഷൻ വരുമ്പോൾ പെയർ ഇല്ലാത്തത് ഇവിടെ ഇപ്പം 2 2 2 ഉണ്ട്, 7 7 2 ഉണ്ട്, 5 മാത്രം പെയറില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇൻഡ് ചെയ്യണം? ആ 5 കൊണ്ട് ഇൻഡ് ചെയ്യണം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം ചെയ്യുക. ഏത് സംഖ്യയുടെ ഗുണിച്ച പൂർണ്ണവർഗ്ഗം, അതായത് പെയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പൂർണ്ണവർഗ്ഗം കാണുമ്പോൾ റൂട്ടൊക്കെ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 2 പെയേഴ്സിൻ്റെ അകത്ത് ഒരെണ്ണം പുറത്തെടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം കാണാൻ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. ഇപ്പോൾ 950 എന്തില്ല? സ്ക്വയർ റൂട്ട് ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഇപ്പോൾ 5ന് പെയറില്ല. അപ്പോൾ ഒരു 5ഉം കൂടെ അഡീഷണൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതെന്താകും? അത് ഒരു റൂട്ട് കിട്ടുന്ന ഒരു നമ്പർ, പൂർണ്ണവർഗ്ഗം ആവുന്ന ഒരു നമ്പർ ആകും. അതിന് വർഗ്ഗമൂലം ഉണ്ടാകും. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത വീഡിയോക്ക് അടുത്ത ക്വസ്റ്റ്യൻസായിട്ട് വരേക്കും. ബൈ.